Hi friends, welcome to Simi's Home World. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയായിട്ടാണ് ഉള്ളിക്കറി. ഈ ഉള്ളിക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രിപ്പറേഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും ചെറിയ ഉള്ളി നോക്കിയിട്ട് എടുക്കണം. തൊലി കളയാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അടുത്തത് തേങ്ങ, കറിവേപ്പില, കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാന്താരി മുളക്, പുളി, ഉപ്പ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ ഇവിടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. തീയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുക. കാരണം നമ്മൾ നാടൻ കറിയല്ല ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പുകച്ചൊക്കെ കയറും നമ്മുടെ കറിക്ക്. അപ്പോൾ അതാണ് പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറയുന്നത്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2-3 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഈ കറിക്ക് മസ്റ്റാണ്. നിങ്ങൾ തേങ്ങ വറുക്കുമ്പോൾ ഇത് ചേർക്കുക. നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടണം. അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ മൺചട്ടി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് കളറായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കരിഞ്ഞു പോകാതെ ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇത് തണുക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടിയിട്ട് പെട്ടെന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുക. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് മൺചട്ടി വേറെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടാൻ ശ്രമിക്കുക. എന്നാലാണ് നമ്മുടെ ആ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കടുക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് കടുക് വെളിച്ചെണ്ണ കുടിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ അരിഞ്ഞെടുക്കാം. കാരണം കുറച്ച് അരിയും തോറും അത് വഴന്ന് കിട്ടാനുള്ള സമയം കുറയും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു 3-4 കാന്താരി മുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അടി പിടിക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് മൊരിച്ചെടുക്കണം. എന്നാലാണ് ആ കറക്റ്റ് ഉള്ളിക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ നല്ലൊരു ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ പേസ്റ്റാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് ലൂസാക്കരുത്, എന്നാൽ തിക്കായിട്ട് എടുക്കരുത്. കാരണം തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത തേങ്ങ ആയതുകൊണ്ട് ഇത് ഇരിക്കുന്നതോറും കുറുകും. അപ്പോൾ അത്യാവശ്യം ഇത് ലൂസിന് തന്നെ എടുക്കുക, ഈ ഒരു പരുവത്തിന് തന്നെ എടുക്കുക. അപ്പോൾ അടുത്തത് ഇതിലേക്ക് നമുക്ക്, ഞാനിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പുളി പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്കിവിടെ നല്ല പുളി തന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം പുളി ചേർക്കും. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, പുളി വേണമെങ്കിൽ പുളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് ഇളക്കി ഇനി ഇത് വെട്ടിത്തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറു തീയിലിരുന്ന് നമുക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഒത്തിരി വെട്ടിത്തിളപ്പിച്ച അതിൻ്റെ ടേസ്റ്റ് അത്ര റെഡിയായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ തിളപ്പിക്കാറൊന്നുമില്ല, ജസ്റ്റ് ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു പാകമാകുമ്പോൾ തന്നെ ഞാൻ ഇറക്കാറ്. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം, അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.